കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് SFI നടത്തിയ മാർച്ച് അക്രമാസക്തം. സർവകലാശാല ആസ്ഥാനത്ത് അതിക്രമിച്ചു കിടന്ന SFI പ്രവർത്തകർ പോലീസിനെ മറികടന്ന് VC-യുടെ ചേംബർ വരെയെത്തി. SFI പ്രവർത്തകർ നടത്തിയ അതിക്രമത്തിൽ പോലീസിന് പരിക്കേറ്റു. മാർച്ച് സംഘർഷത്തിലേക്ക് നീങ്ങിയും പോലീസിന്റെ ഭാഗത്തു നിന്നും യാതൊരു അനക്കവും ഉണ്ടായില്ലെന്നതും ശ്രദ്ധേയം. മണിക്കൂറുകളോളമാണ് പോലീസ് നോക്കുകുത്തിയായി നിന്നത്. വിശദാംശങ്ങളുമായി അഖിൽ പാലോട്ടുമടം ശരിയാണ്. അഖിൽ, ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. SFIയുടെ അതിക്രമം, പോലീസ് നോക്കുകുത്തിയായി നിൽക്കുന്ന കാഴ്ച. SFIയുടെ ഈ അതിക്രമത്തിന് എല്ലാ ഒത്താശയും പോലീസ് ചെയ്തു എന്ന ആക്ഷേപം തന്നെയാണോ ശക്തമാകുന്നത്? KP, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഗവർണർക്കെതിരെ SFI നടത്തിയ സമരത്തിൽ വലിയ വിമർശനം രാജ്ഭവൻ ഉയർത്തിയിരുന്നു. കാരണം രാജ്ഭവന് 100 മീറ്റർ അകലെയാണ് എല്ലാ സമരങ്ങളെയും, ഏതു സമരം വന്നാലും, ഏതു രാഷ്ട്രീയ പാർട്ടിയുടെ സമരം വന്നാലും ബാരിക്കേഡ് കെട്ടി തടയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നത്. പക്ഷേ ആ ബാരിക്കേഡ് മറികടന്ന് SFIയുടെ 2 സമരങ്ങളാണ് രാജ്ഭവൻ്റെ മുന്നിലേക്ക് പോവുകയും രാജ്ഭവൻ്റെ ആ പ്രധാന കവാടത്തിന് മുമ്പിൽ ആ സമരം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തത്. അപ്പോഴൊക്കെ നോക്കുകുത്തികളെ പോലെ നിന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വലിയ വിമർശനം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വിശദീകരണം പോലും DGP-യോട് ഗവർണർ തേടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇന്ന് സർവകലാശാലയിലെ വിഷയങ്ങളും ഗവർണർക്കെതിരെ പ്രതിഷേധമുയർത്തി ഇന്നും SFIയുടെ നേതൃത്വത്തിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് SFI പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ച് എത്തുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത്. 100 കണക്കിന് SFI പ്രവർത്തകർ പ്രതിഷേധവുമായി ഈ സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തുന്നു. പ്രധാന കവാടം, അതായത് ഈ സമരത്തെ നിയന്ത്രിക്കുക MLA ഹോസ്റ്റലിനും അതുപോലെ തന്നെ ഈ AK സെൻറ്ററിലേക്കും പോകുന്ന റോട്ടിൻ്റെ അവിടെ പ്രധാന കവാടത്തിൽ, അതായത് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും കഴിഞ്ഞ് MLA ഹോസ്റ്റലിൻ്റെ അവിടുത്തെ പ്രധാന കവാടത്തിലാണ് എല്ലാ തവണയും കേരള സർവകലാശാലയിലേക്കുള്ള മാർച്ചിനെ പോലീസ് തടയുന്നത്. അവിടുത്തെ പ്രധാന കവാടത്തിൽ തീർത്ത ബാരിക്കേഡ് മറികടന്നുകൊണ്ടാണ് SFI പ്രവർത്തകർ, അതായത് ബാരിക്കേഡ് വെച്ചിട്ടുണ്ടാകും, അതിന് പുറകിലായി ക്യാമ്പസിൻ്റെ, അതായത് സർവകലാശാലയുടെ ഗേറ്റും ഉണ്ടാകും. ആ സർവകലാശാല ഗേറ്റിനെയും അതുപോലെ തന്നെ ബാരിക്കേഡ് മറികടന്നുകൊണ്ടാണ് SFIയുടെ പ്രതിഷേധം കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് വരുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നത്. അത്തരത്തിൽ വന്ന പ്രതിഷേധ മാർച്ച് അവിടെ നിന്നും വീണ്ടും SFI ആ നേതൃത്വം, അതായത് SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദിൻ്റെയും സംസ്ഥാന സെക്രട്ടറി സഞ്ജീവിൻ്റെയും നേതൃത്വത്തിലുള്ള SFIയുടെ നേതൃത്വം ആ കവാടം കടന്ന് SFIയുടെ നേതൃത്വം സമരവുമായി തന്നെ ഈ സർവകലാശാല ആസ്ഥാനത്തിൻ്റെ പ്രധാന കവാടത്തിൻ്റെ മുമ്പിലേക്ക് എത്തുന്നു. ആ മുമ്പിലേക്ക് എത്തുന്ന സമയത്ത് പോലും ഒരു തരത്തിലുമുള്ള നിയന്ത്രണം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. അത്തരത്തിൽ നിയന്ത്രിക്കാൻ പോലും പോലീസിന് സാധിക്കുകയും ചെയ്തിരുന്നില്ല. ആ പ്രധാന കവാടവും കടന്നുകൊണ്ട് SFI പ്രവർത്തകർ പ്രധാന കവാടം കടന്ന് ഉള്ളിലേക്ക് പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ സമീപനത്തോട് നിന്ന പോലീസ്, അല്ലെങ്കിൽ ആദ്യഘട്ടത്തോടു കൂടി മൗനത്തോട് നിന്ന പോലീസ് പിന്നീട് വലിയ വിമർശനമുയരുന്ന പശ്ചാത്തലത്തിലായിരുന്നു SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനമെടുക്കുന്നത്. ആ പശ്ചാത്തലത്തിൽ പിന്നെ SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ വലിയ രീതിയിലാണ് പോലീസിൻ്റെ നടപടിയിൽ പ്രതിഷേധമുയരുന്നത്. കാരണം മറ്റേതെങ്കിലും ഒരു സംഘടനയുടെ സമരം വരുമ്പോൾ ഈ തരത്തിലല്ല പോലീസിൻ്റെ പെരുമാറ്റം ഉണ്ടാവുക. പക്ഷേ SFIയുടെ സമരം ആ തരത്തിൽ കൈകാര്യം ചെയ്തില്ല എന്നൊരു വിമർശനം ഇപ്പോൾ തന്നെ വരുന്നുണ്ട്. എന്തായാലും SFIയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. മറ്റ് SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവർ ഇപ്പോഴും ഇവിടെ വരുന്നുണ്ട്. മറ്റ് SFIയുടെ പ്രവർത്തകരെല്ലാവരും തിരികെ ക്യാമ്പസിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ തിരികെ മറ്റു അവരുടെ പാർട്ടി ഓഫീസുകളിലേക്ക് പോകുന്ന സ്ഥിതിവിശേഷം നമുക്ക് ക്യാമ്പസിൻ്റെ പല ഭാഗത്തായി കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഒരു യുദ്ധസമാനമായ രീതിയിൽ തന്നെയായിരുന്നു മണിക്കൂറുകളോളം കേരള സർവകലാശാല ആസ്ഥാനമുണ്ടായിരുന്നത്. ചട്ടവിരുദ്ധമായി, നിയമവിരുദ്ധമായി, അല്ലെങ്കിൽ ക്രമവിരുദ്ധമായി നടന്ന ചില കാര്യങ്ങളെ ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ സമരമുണ്ടായത്. മായ കാര്യമാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു വൈസ് ചാൻസലറുടെ മോഹൻ കുന്നുമ്മൻ്റെ ഫ്ലക്സ് അടക്കം ഇവിടെ SFI പ്രവർത്തകർ സ്ഥാപിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. എന്തായാലും വരും ദിവസങ്ങളിലും SFIയുടെ നേതൃത്വത്തിൽ സമരമുണ്ടാകുമെന്ന് തന്നെയാണ് നേരത്തെ സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കിയിരുന്നത്. എന്തായാലും ഈ സമരത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള സെനറ്റ് യോഗവും അതുപോലെ തന്നെ രജിസ്ട്രാറുടെ സസ്പെൻഷനും ഒക്കെ തന്നെ വൈകുന്നേരത്തോടുകൂടി രാജ്ഭവൻ എടുക്കുന്ന, അല്ലെങ്കിൽ കേരളത്തിൻ്റെ സർവകലാശാലയുടെ ചാൻസലർ കൂടിയായ ഗവർണർ എടുക്കുന്ന നിലപാടിൻ്റെ അനുസൃതമായിട്ടായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയവും. എന്തായാലും ഇപ്പോൾ സമാധാനപരമായി, അല്ലെങ്കിൽ ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ ശാന്തമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകുന്നു. എന്തായാലും ഇപ്പോൾ സമരം അവസാനിക്കാൻ പോവുകയാണ്. KP, അഖിൽ പാലോട്ടുമടമാണ് വിശദാംശങ്ങൾ നൽകിയത്.